അതെ, ഇതുപോലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയൊന്ന് നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ? ആവശ്യത്തിന് അരിപ്പൊടി, അതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഞാൻ ചെറിയൊരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തതാണേ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ കൂട്ടായിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ എണ്ണയാണേലും ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. എന്നിട്ട് കുഴയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അത് കഴിവതും ചൂടുവെള്ളം തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പോൾ തിളച്ച് വന്നതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളക്കട്ടെ. ഈ വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ ഈ പൊടി കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ജീരകവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൊഴുക്കട്ടയ്ക്ക് വേറൊരു രുചി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമ്മുടെ ആ മാവിൻ്റെ കൂട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകൂടി നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം മാവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങ എടുക്കുക. ഇനി ഇത്തിരി ചതച്ച ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തോട്ട് നല്ല ശർക്കര നമ്മൾ ചീകി വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് കല്ലും കട്ടയും ഒന്നുമില്ല. അത് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. അപ്പം അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാധാരണ നമുക്ക് പാനിയാക്കി ഉണ്ടാക്കി നോക്കാം. പക്ഷേ എന്നോട് ചേച്ചി പറഞ്ഞത് ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ അതിൻ്റെ ആ മധുരമൊക്കെ നന്നായിട്ട് നിറഞ്ഞിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കാം. ഇനി ഓരോരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ടൊന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ശകലശേ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് നിറച്ച് കൊടുക്കാവേ. അപ്പം നിറച്ച് കൊടുത്തിട്ട് അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വേകുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നാലും പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കൊഴുക്കട്ട കഴിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം കൈ വെച്ച് തന്നെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ എടുത്തിട്ട് കയ്യിലൊന്ന് വെച്ചിട്ടൊന്ന് പരത്തണം. പരത്തിയിട്ട് നമുക്ക് ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, കൂടെ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം നമുക്ക് ഫില്ലിങ്സ് ഒന്നും ഉണ്ടാക്കി വെക്കണം. ഞാനൊരു ശകലം ഒരു 4 5 എണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് ആവി കയറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പെറുക്കി വെച്ച് കൊടുക്കാവേ. എന്നിട്ട് ശകലം നേരം നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ നല്ല വെട്ടി തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് തന്നെയാണ് കുഴച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് അപ്പോൾ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൊഴുക്കട്ടയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു ജീരകവെള്ളവും അതുപോലെ തന്നെ നമ്മൾ ആ നെയ്യൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി നെയ്യ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ മാത്രം എണ്ണ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നാലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. അത്രയ്ക്കും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.